എല്ലാ വഹാബികളും പഠിച്ചു വെച്ചോളൂ. എല്ലാ വഹാബികളും പഠിച്ചു വെച്ചോളി. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും വിവരമുള്ള ഒരു പണ്ഡിതൻ, ഖുറാഫി പണ്ഡിതൻ, അദ്ദേഹം പറയുന്ന നോക്ക്, എല്ലാ വഹാബികളും പഠിച്ചു വെച്ചോളി. എന്താ പഠിക്കണ്ടേ? കേട്ടോളെ. വഹാബികൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഷൗക്കാനി എന്ന പണ്ഡിതൻ പറയണേ, അവിടെ വഹാബികൾ അംഗീകരിക്കുന്ന ഷൗക്കാനി, അത് എവരംഗീകരിക്കുക? അതാദ്യം തിരിയട്ടെ, എവരംഗീകരിക്കുക? വഹാബികൾ അംഗീകരിക്കുന്ന ഷൗക്കാനി എന്താ പറയുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോ? അവിടുത്തെ നൈലുൽ ഔത്താർ എന്ന കിതാബില് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് കിതാബില്? ഏതൊക്കെ? ഷൗക്കാനിന്റെ കിതാബില്, മാലിക്കിന്റെ മുവത്തയില്, പിന്നെ സ്വഹാബത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്താണ് നിസ്കരിച്ചത്. അത് പോയില്ല മലയാറെ, അവിടെ തന്നെ പോയില്ല, കളവാന്ന് തിരിഞ്ഞില്ലേ? അവിടെ തന്നെ കളവാന്ന് പച്ചയായി ഉസ്താദെ നിങ്ങളെ നാവുകൊണ്ട് കളവാന്ന് പറയിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തറാവി ഉണ്ടോ മലയാറെ? ഉണ്ടോ? സഹാബിന്റെ കാലത്തുണ്ടോ തെറാവി നമസ്കാരം? തെറാവി എന്നുള്ള പേര് വന്നപ്പാ കളവ് പറം ഇങ്ങനെ കയ്യോടെ പിടിക്കപ്പെടുമോ ഇല്ലേറെ? എന്തും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാന്നാ വിചാരിച്ച്? തെറാവി എന്ന ഈ ഷൗക്കാനിയും മറ്റേ മുവത്തയിലൊക്കെ പറയാണ്ടിരിക്കെങ്കിൽ അത് കളവാ പോലെ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. അന്ന് തെറാവി ഉണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറാവി നമസ്കരിച്ചു എന്നുള്ള ഒരു ഹദീസ് ഉണ്ടോ ലോകത്ത്? ഉണ്ടോ വലിയേറെ? പേരും നുണയായിട്ട് വന്ന ഗ്രൂപ്പിൽ